ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും വേദയ്ക്ക് നാളെ സ്കൂളിൽ കൊണ്ടുപോകാൻ സ്നാക്സ് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് തിരുമല ഇറങ്ങുകയാണ്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാട്ടോ. എപ്പോഴും സ്നാക്സ് ഒക്കെ കഴിക്കും. ശരിക്കും പറഞ്ഞാൽ കപ്പലണ്ടി വാങ്ങാനായിട്ട് ഇറങ്ങിയതാണ്, വേദയ്ക്ക് ഷേക്ക് അടിച്ചു കൊടുക്കാനായിട്ട് കപ്പലണ്ടി വാങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. അവിടെ ചെന്നപ്പോൾ പിന്നെ വേദയ്ക്ക് എല്ലാം ഇങ്ങനെ നുള്ളിപ്പറക്കി ഓരോന്നിട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കരുതി ശരി എടുക്കട്ടെ എന്ന് കരുതി ഈ സ്ഥാനത്ത് കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് കേൾക്കത്തൂല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ദിവസമൊന്നും സ്നാക്സ് കൊണ്ടുപോകത്തില്ല. മുന്നേ എന്നും സ്നാക്സൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അപ്പം ഞാൻ ഈ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുപോകാൻ പറയുന്നതുകൊണ്ട് വേദ ഇപ്പോൾ ഒന്നും കൊണ്ടുപോകാറില്ല, ലഞ്ച് മാത്രമേ കൊണ്ടുപോകാറുള്ളൂ. അപ്പോൾ ഇന്ന് കടയിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞു ശരി വേണമെങ്കിൽ വാങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അധികം ബേക്കറി ഐറ്റംസ് വീട്ടിലധികം വാങ്ങാറില്ല, എങ്കിലും ബേക്കറിയെക്കാട്ടി ജങ്ക് ഫുഡ്സ് കൂടുതൽ വാങ്ങാറുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് വേദയ്ക്കൊന്നും അധികം കൊടുക്കരുത്, നമുക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ വേറൊന്നും കഴിക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ പാവം തോന്നിയിട്ട് കഴിക്കും. പിന്നെ നമുക്കും കൊതിയുണ്ടല്ലോ, അതൊക്കെ തന്നെയാണ് പ്രശ്നം. ഏട്ടൻ എപ്പോഴും പറയും ആദ്യം അമ്മയുടെ കൊതി മാറിയിട്ട് വേണം മോളുടെ കൊതി മാറ്റാനെന്ന്. കുറേശ്ശെ മാറ്റണം. കപ്പലണ്ടിക്ക് പറഞ്ഞു. വേദ പിന്നെ പോപ്കോൺ എടുത്തു, പിന്നെ എള്ളുമുട്ടായി എടുത്തു. അപ്പോഴേക്കും ദേ സ്വിസ് റോൾ ഇരിക്കുന്നു, റെഡ് വെൽവെറ്റിൻ്റെ അതൊരെണ്ണം വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങുകയാണ്. പിന്നെ ക്രസാൻഡ് ഇരുന്നു, അതും വാങ്ങുകയാണ്. അത് ചോക്ലേറ്റിൻ്റെ വേണമെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ അതെല്ലാം തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. ചോക്ലേറ്റ് മാത്രം കിട്ടിയില്ല, പിന്നെ അവസാനം കിട്ടി കേട്ടോ. അങ്ങനെ ഇത് ഇത്രയും വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അത് ഇത്രയും വാങ്ങിയപ്പോൾ വേദയും ഹാപ്പിയായി. ഇന്ന് ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് ഇങ്ങോട്ട് പറയായിരുന്നു, അമ്മ ഞാൻ നാളെ മുതൽ ഡയറ്റ് ആട്ടോ, ഇന്ന് മുതൽ ഡയറ്റ് ആട്ടോ, എനിക്ക് ഫ്രൂട്ട്സ് മാത്രം മതി നൈറ്റ്. ഞാൻ പറഞ്ഞു ഓക്കെ. ഫ്രൂട്ട്സ് വാങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അമ്മ വീട്ടിൽ നിന്ന് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് പുരട്ടി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ചിക്കൻ ഇരിക്കുകയല്ലേ, ചിക്കൻ ഫ്രൈ എല്ലാം കഴിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ ഇനിയിപ്പോൾ ഡയറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ആവശ്യത്തിനുള്ള വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ളൂ, പക്ഷേ ജങ്ക് ഫുഡ്സ് കുറേശ്ശെ ഒഴിവാക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇന്നിപ്പോൾ തൽക്കാലം ഡയറ്റൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് നേരെ വീട്ടിൽ പോയപ്പോഴാണ് ഞാൻ എന്നും രാവിലെ ഒരു ബ്ലാക്ക് കോഫിയും കുടിക്കാറുണ്ട്, പിന്നെ ചൂടുവെള്ളത്തിൽ നാരങ്ങയും തേനോ ഒഴിച്ച് കുടിക്കാറുണ്ട്. ഇന്ന് ഞാൻ ചൂടുവെള്ളത്തിൽ നാരങ്ങയും തേനോ ഒന്നും ഒഴിച്ച് കുടിച്ചില്ല. പിന്നെ അതിപ്പോൾ കുടിക്കാമെന്ന് കരുതി. ഇതൊന്നും കുടിച്ചിട്ട് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ കുടിക്കുന്നത്. ഇതൊന്നും കുടിച്ചിട്ട് വെയിറ്റ് ലോസിന് വലിയ രീതിയിൽ നമുക്ക് അതൊരു ഉപകാരമുള്ള കാര്യമല്ല. നമുക്ക് ഒരു തരത്തിലും ഇതൊന്നും നമ്മളെ ഉപകാരപ്പെടുത്തില്ല വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്. ഭക്ഷണം ക്രമീകരിക്കുക അത്ര മാത്രമേ ഉള്ളൂ നമ്മളെ വെയിറ്റ് ലോസിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇത് എനിക്ക് കുടിക്കുമ്പോൾ നല്ലൊരു റിഫ്രഷ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു ചൂടുവെള്ളത്തിൽ കുറച്ച് നാരങ്ങയും തേനൊക്കെ ഒഴിച്ച് കുടിക്കുന്നതും. പിന്നെ ഒരു ബ്ലാക്ക് കോഫി രാവിലെ മോർണിംഗ് കുടിക്കുമ്പോൾ ഭയങ്കര ഒരു സ്ട്രെങ്ത്നെസ് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ അത് കുടിക്കുന്നത്. അപ്പോൾ വിത്തൗട്ട് ഷുഗർ കുടിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ കുടിക്കുന്നത്. അല്ലാതെ ഇത് രണ്ടും കുടിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു തരത്തിൽ ഇതൊന്നും സഹായിക്കത്തില്ല. ജസ്റ്റ് നമ്മുടെ മനസ്സിൻ്റെ ഒരു സമാധാനം അത്രയേ ഉള്ളൂ. അപ്പോൾ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ഉണ്ട്. ഗൗതം അപ്പുറം ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഞാൻ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെ കരയുന്നതിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ ദിയ വന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിള്ളേർ മൂന്നും കൂടെ കളിച്ചു. അവസാനം അവരുടെ ബാത്റൂമിൻ്റെ ഡോറിനെയൊക്കെ അടിച്ച് പൊട്ടിച്ചു. അങ്ങനെ അച്ഛൻ വന്ന് അടി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഗൗതം കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ദിയ പറയുന്നത് കേട്ടോ. അങ്ങനെ പിള്ളേർ കാര്യം പറയാൻ വന്ന തക്കത്തിലാണ് ഞാൻ വേദയെ പിടിച്ചിർത്തി വീഡിയോ എടുത്തത് കേട്ടോ. ഞാൻ സ്റ്റാൻഡിൽ വെച്ച് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് പിള്ളേർ വന്നത്. അങ്ങനെ വേദയെ കൊണ്ട് വീഡിയോ എടുത്തിട്ട് അവരെ കാര്യം പറഞ്ഞപ്പോൾ ഫോണും കളഞ്ഞിട്ട് പോയി. പിന്നെ വീണ്ടും ഞാൻ ഫോണിനെ സ്റ്റാൻഡിൽ കയറ്റിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ വെള്ളം ചൂടാക്കി നാരങ്ങ ഞാൻ ഓൾറെഡി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. കുപ്പിയിൽ പിഴിഞ്ഞ് വെച്ചിരുന്നാൽ കുറച്ച് ദിവസം ചീത്താകൊണ്ടിരിക്കും. നമ്മുടെ ഓൾഗയുടെ ഒരു മെത്തേഡാണത്. അപ്പോൾ നാരങ്ങ ചീത്താവത്തില്ല, മീൻസ് കുറച്ച് ദിവസമൊക്കെ ഇരിക്കത്തുള്ളൂ കേട്ടോ, ഒരുപാട് നാളൊന്നും ഇരിക്കത്തില്ല. അങ്ങനെ കുപ്പിയിൽ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു സ്പൂൺ എടുത്തു. എന്നിട്ട് ബാക്കി ഫ്രിഡ്ജിലാട്ടോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ ഇരിക്കും കേട്ടോ. നമുക്ക് എപ്പോഴെപ്പോഴും പിഴിയേണ്ട ഒരിത് വരില്ല. ചിലപ്പോൾ പിഴുങ്ങിയിട്ട് കുറേ വലിയ നാരങ്ങയൊക്കെ ചിലപ്പോൾ കിട്ടും. അപ്പോൾ അത്രയും നാരങ്ങ പിഴുങ്ങി എടുക്കേണ്ട ആവശ്യം വരില്ല. പിന്നെ ബാക്കി പിന്നീട് അടുത്ത ദിവസം പിഴിയാനായിട്ട് എടുക്കുമ്പോൾ അതിലൊന്നും ഉണ്ടാകത്തില്ല. അതാകുമ്പോൾ ഓൾറെഡി പിഴുങ്ങി വെച്ചിരുന്നാൽ കുറച്ച് ദിവസം അങ്ങനെ അങ്ങ് എടുക്കാൻ പറ്റും. പിന്നെ തേനും ഞാൻ നല്ല ശുദ്ധമായ തേനാണ് വാങ്ങുന്നത്, നല്ല നാടൻ തേന്. മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, മലയൻകീഴ് പോയി എടുക്കുന്നൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെയാണ് ഞാൻ സ്ഥിരം വാങ്ങുന്നത്. ഇതിനിടയ്ക്ക് ഞാൻ വട്ടിയൂർക്കാവിൽ നിന്ന് വാങ്ങി. എനിക്കത് കുഴപ്പമില്ല, നല്ല തേന തന്നെയായിരുന്നു. അത് കുറച്ച് റേറ്റ് കൂടുതലും ഇവിടുത്തെ അത്ര എനിക്കൊരു ടേസ്റ്റ് തോന്നിയില്ല. അതുകൊണ്ട് ഇപ്പോൾ വീണ്ടും ഞാൻ മലയൻകീഴും തന്നെയാണ് വാങ്ങുന്നത്. അങ്ങനെ നമ്മുടെ ഡ്രിങ്കുമായിട്ട് ഞാൻ പുറത്തേക്ക് പോവുകയാണ്. ഇന്ന് വേദയ്ക്ക് ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് നമ്മളൊന്നും വാങ്ങിയൊന്നുമില്ല കേട്ടോ. വേദയ്ക്ക് അങ്കിളുടെ കടയിൽ നിന്ന് വട വാങ്ങിക്കൊടുക്കാൻ നോക്കിയപ്പോൾ ചേട്ടൻ കട അടച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് വടയൊന്നും വാങ്ങിയില്ല. നേരെ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെയാണ് വന്നത്. വേദയ്ക്കൊന്നും വേണമെന്നൊന്നും പറഞ്ഞില്ല, ഐസ്ക്രീം ഒന്നും വാങ്ങിയില്ല. ഞാൻ ഇപ്പോഴൊന്ന് ഗുണ്ടായിട്ടിരിക്കുകയാണ്. അതൊന്നും എങ്ങനെയെങ്കിലും കുറയ്ക്കാൻ പറ്റൂ എന്നുള്ള രീതിയിലാണ് ഞാൻ ഐസ്ക്രീം ഒന്നും കഴിക്കാൻ വാങ്ങാത്തതും ചായ പോലും കുടിച്ചില്ല കേട്ടോ. നേരെ വീട്ടിലേക്ക് വന്നത്. ഇനി വണ്ണം കുറയുന്നത് വരെ ഞാൻ ഡയറ്റ് എന്നുള്ളൊരു വാക്ക് മിണ്ടത്തില്ല കേട്ടോ. കാരണം 2 ദിവസം ഞാൻ ചെയ്യും. ഇപ്പോൾ എനിക്ക് ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഈ 68 കിലോന്ന് ഞാൻ ഇതുവരെ എന്ത് കൂളായിട്ട് എത്തി. ഇപ്പോൾ എനിക്കൊരു 5 കിലോ കുറയ്ക്കാൻ നോക്കിയിട്ട്
ഒരു വിധത്തിൽ നടക്കുന്നില്ല. എന്നോട് ആരൊക്കെ ചോദിച്ചു വെയിറ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന്. ഇപ്പോൾ സ്റ്റിൽ 55-ൽ ഞാൻ നിൽക്കുകയാണ്. അത് ലക്കാട്ടോ. നോർത്തിൽ പോയിട്ട് ഞാൻ കരുതി ഒരു 10 കിലോയെങ്കിലും കൂടുമെന്ന് കരുതി. പക്ഷേ 55 തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അതൊരു ഭയങ്കര സന്തോഷമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി ഒരു 5 കിലോ കുറയ്ക്കാൻ നോക്കിയിട്ട് ഒരു വിധത്തിൽ നടക്കുന്നില്ല. 2 ദിവസം ഡയറ്റ് ചെയ്യും, 3ൻ്റെ അന്ന് വീണ്ടും പണി പാളും. അങ്ങനെ ഞാൻ ഡ്രിങ്കൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നപ്പോൾ നല്ല മഴക്കാറുണ്ട്. അപ്പോൾ ചെടിക്കൊന്നും വെള്ളം ഒഴിച്ചിട്ടില്ല. ഞാൻ കരുതി ഞാൻ വെള്ളമെല്ലാം കുടിച്ച് നമ്മുടെ ഡ്രിങ്കെല്ലാം കുടിച്ച് കഴിയുമ്പോഴേക്കും മഴ പെയ്യും, എങ്കിൽ ചെടിക്ക് വെള്ളം ഒഴിക്കേണ്ട. ചെറുതായിട്ട് പൊടിഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. ഒന്ന് നല്ല രീതിയിൽ മഴ പെയ്താൽ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. ഭയങ്കര മടിയാട്ടോ, വെള്ളം ഒഴിക്കാനും ഒക്കെ ഭയങ്കര മടിയാണ്. നമ്മളല്ലേ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നത്, അപ്പോൾ പിന്നെ കുറച്ച് മടിയൊക്കെ ആവാം. ഞാനിത് പറയുന്നത് കേട്ടിട്ട് വേദ എന്നോട് പറയണം. ഇന്നലെ നമ്മൾ ചിക്കനും പൊറോട്ടയും വാങ്ങാൻ പോയപ്പോൾ തിരിച്ച് വന്നപ്പോൾ വേദ വെള്ളമെല്ലാം ചൂടാക്കി തണുപ്പിച്ച് വെച്ചിരിക്കുന്നു കേട്ടോ, നമുക്ക് കുടിക്കാനുള്ള വെള്ളം. അപ്പോൾ വേദ പറയണം ഇന്നലെ ഞാൻ അമ്മയെ ഹെൽപ്പ് ചെയ്തത് ഒന്ന്. ഇപ്പോൾ വേദ കുറേശ്ശെ അവളുടെ കാര്യങ്ങളെല്ലാം അവൾ തന്നെയാണ് നോക്കുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ വേദ കേൾക്കും. അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു ഹെൽപ്പ് വേദ തരുന്നുണ്ട്. ഏട്ടനും പിന്നെ അങ്ങനെ തോന്നിയാൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് തരും കേട്ടോ. അപ്പം ഞാൻ മഴ പെയ്യുമോ എന്നിങ്ങനെ നോക്കി നിൽക്കുകയാണ്. പക്ഷെ മഴ പെയ്യത്തില്ലെന്നാണ് തോന്നുന്നത്. ചെറുതായിട്ട് പൊടിഞ്ഞ് നിൽക്കുന്നതേ ഉള്ളൂ. ഈ പൊടിഞ്ഞ് നിന്നാലും മഴ പെയ്യത്തില്ല. നല്ല കാര്യമായിട്ട് പെട്ടെന്ന് അങ്ങ് പെയ്തതാണ്. അതുകൊണ്ട് മഴ പൊടിയത്തില്ല എന്നും അല്ല, പെയ്യത്തില്ല, നല്ല കാര്യമായിട്ട് പെയ്യത്തില്ല എന്ന് മനസ്സിലാക്കി ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാനായിട്ട് പോവുകയാണ്. അതുപോലെ ചീമയ്ക്ക് എക്സാമിന് വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ചീമയുടെ എക്സാം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് ചീമ പറഞ്ഞു. പാസ്സാവോ ഇല്ലെന്നുള്ളതൊക്കെ റിസൾട്ട് വരുമ്പോൾ അറിയാം. പക്ഷെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ, ബുദ്ധിമുട്ടല്ല കുഴപ്പമില്ല എന്നുള്ളൊരു കമൻറ്റാണ് അവളുടെ ഭാഗത്തു നിന്ന് എനിക്ക് കിട്ടിയത്. ഇനിയിപ്പോൾ ഞാൻ നാളെ നെട്ടയത്ത് പോകത്തുള്ളൂ. അവർ എറണാകുളത്ത് നിന്ന് തിരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 മണിക്ക് എന്തോ എക്സാം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവൾക്ക് വേണ്ടി എല്ലാവരും പ്രെയർ ചെയ്ത എല്ലാവർക്കും, വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അവൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചെടിക്ക് വെള്ളമെല്ലാം ഒഴിച്ചുകൊണ്ട് നിന്നപ്പോഴേക്കും ചെറുതായിട്ട് മഴ കുറച്ചുകൂടെ ഒന്ന് പൊടിഞ്ഞ് നിന്നത് കുറച്ചുകൂടെ ഫോഴ്സിൽ പൊടിയാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ കരുതി രക്ഷപ്പെട്ടല്ലോ. എനിക്ക് ഇവിടെ വെള്ളം ഒഴിക്കുന്ന എല്ലാം ബുദ്ധിമുട്ട്. ഞാൻ ഇവിടെ ഇരുന്ന് മുളകെല്ലാം കൂടി പിറക്കി അതിൻ്റെ മുകളിൽ വെച്ചില്ലേ, നമ്മൾ കോൺക്രീറ്റ് ചെയ്തതിൻ്റെ മുകളിൽ അവിടെ ഇറങ്ങി വെള്ളം ഒഴിക്കാനായിട്ടോ പാട്. അപ്പോൾ ഈ മഴ പെയ്തപ്പോൾ ഒരു സമാധാനം ഉണ്ടായി, അവിടേക്ക് ഇറങ്ങണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ടായി. ഞാൻ എൻ്റെ ക്യാമറയിൽ മഴ വീഴുന്നത് എടുക്കാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. അവസാനം നോക്കിയപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് പൊടിഞ്ഞ് വീഴുന്നത് കാണുന്നില്ലേ? ചെറുതായിട്ട് പൊടിഞ്ഞ് വീഴുന്നുണ്ട്. ഇങ്ങനെ തറയിൽ ഇങ്ങനെ പൊടിഞ്ഞ് വീണതൊക്കെയാണ് നിങ്ങളെ കാണിച്ചു തരാൻ ശ്രമിക്കുന്നതാണ് അതെല്ലാം. എന്നിട്ട് ഞാൻ വെള്ളമെല്ലാം ചെടിക്ക് ഒഴിച്ചു. മഴ എന്നിട്ട് വലിയ കാര്യമായിട്ടൊന്നും പെയ്തില്ല കേട്ടോ. എങ്കിലും കുഴപ്പമില്ല, ചെടിക്കൊക്കെ ഒന്ന് നനവ് കിട്ടുന്ന രീതിയിൽ പെയ്തു. ഞാൻ താഴെ ഫുൾ നമ്മുടെ പൈപ്പിൽ നിന്ന് ഒഴിച്ചു, മുകളിൽ ഒഴിച്ചില്ല. അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു കേട്ടോ. എന്നിട്ട് രാത്രി ഫുഡ് കഴിക്കാൻ സമയമായി. അപ്പോൾ സൺഡേ ആയാൽ വീട്ടിൽ പോത്ത് നിർബന്ധം കേട്ടോ. ഇന്ന് പോത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ അതിൽ ഫുൾ കറി വെച്ചപ്പോൾ കൊഴുപ്പ്. അത് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി, ദൈവമേ കൊഴുപ്പ് തിന്ന് മിക്കവാറും നമ്മൾ ചാവുമല്ലോ, പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവുമല്ലോ എന്ന് കരുതി. ഇതേ നോക്കിയേ, ചൂടാക്കാൻ വെച്ചപ്പോൾ ആ കൊഴുപ്പെല്ലാം മെൽറ്റായി വരികയാണേ. അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കട്ടയായിട്ട് കൊഴുപ്പ് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. എനിക്കും വേദയ്ക്കൊന്നും അത്ര താല്പര്യമില്ലാത്ത സാധനമാണ് ഈ കാള, പോത്ത്, മട്ടനൊന്നും അത്ര ഇഷ്ടമില്ലാത്തതാണ്. എനിക്ക് ചിക്കനോടാണ് എനിക്കും വേദയ്ക്കും. ബ്രോയിലറും എനിക്ക് നാടൻ കോഴിയും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല, എങ്കിലും കഴിക്കും. അപ്പോൾ ഈ ഇന്നത്തെ പോത്തിനോടൊപ്പം നൈറ്റ് കഴിക്കാൻ പോകുന്നത് ബ്രെഡാണ്. സാൻഡ്വിച്ച് ബ്രെഡ് വാങ്ങിയിട്ട് വന്നായിരുന്നു ഏട്ടാ. അപ്പോൾ അതിനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ സ്റ്റീം ചെയ്തെടുക്കാം. അല്ലെങ്കിൽ മിൽക്ക് ബ്രെഡ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് സോഫ്റ്റ് ആവും. സാൻഡ്വിച്ച് ബ്രെഡ് ആകുമ്പോൾ കുറച്ചൊരു ഹാർഡ്നെസ് ഉണ്ടാവും. അപ്പോൾ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് പാകത്തിന് കിട്ടും. വീറ്റ് ബ്രെഡും ഞാൻ ഏട്ടനോട് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ വീറ്റ് ബ്രെഡും സാൻഡ്വിച്ച് ബ്രെഡും ഒക്കെ ഉണ്ട്. ആവശ്യത്തിന് എടുത്ത ശേഷം തിരിച്ച് വയ്ക്കുകയാണ്. ജിജിയിലെ ബ്രെഡാണ്. എനിക്ക് ജിജിയിലെ ബ്രെഡ് മാത്രമേ ഇഷ്ടപ്പെടത്തുള്ളൂ. വേറെ ഒരു ബ്രെഡും എനിക്ക് ഇഷ്ടമല്ല, ഞാൻ കഴിക്കത്തുമില്ല, ഇവിടെ വാങ്ങത്തുമില്ല. എനിക്കെന്തോ ജിജിയിലെ ബ്രെഡാണ് ഇഷ്ടം. അത് വീറ്റ് ബ്രെഡ് ആയാലും സാൻഡ്വിച്ച് ബ്രെഡ് ആയാലും മിൽക്ക് ബ്രെഡ് ആയാലും ബട്ടർ ബ്രെഡ് ആയാലും ഏതായാലും ജിജിയിലെ ബ്രെഡാണ് ഇഷ്ടം. വേറൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബ്രെഡ് എനിക്ക് ജിജിയിലെ ഇഷ്ടമാണ്. അവിടുത്തെ ദിൽക്കുഷൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. പക്ഷെ മറ്റതൊക്കെ വേറെ എവിടെ നിന്ന് വാങ്ങിയാലും ഈ ദിൽക്കുഷ് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അഥവാ ദിൽക്കുഷ് വാങ്ങുന്നുണ്ടെങ്കിൽ അവിടുത്തെ ദിൽക്കുഷും ബ്രെഡും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രെഡ് സ്റ്റീം ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മുടെ പോത്ത് കറിയും ചൂടായി തിളച്ച് വരുന്നുണ്ട്. കുറച്ച് പോത്ത് ഞാൻ സ്റ്റൂ വയ്ക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അത് വേറൊരു ദിവസം വയ്ക്കാമെന്ന് കരുതി. ഇന്നിപ്പോൾ വേദയ്ക്ക് ബ്രെഡ് മതി എന്ന് പറഞ്ഞപ്പോൾ ഏട്ടനും ബ്രെഡ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടനൊരു 3-4 ബ്രെഡും വേദയ്ക്കൊരു 2 ബ്രെഡും ഞാൻ സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചു. അപ്പോൾ നല്ല പൂ പോലെ വന്നിട്ടുണ്ട് കേട്ടോ.
വെറുതെ കഴിക്കുന്നതിലും സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്. തൽക്കാലം ഈ പോത്തൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ വേദയോട് പറഞ്ഞു, അമ്മ ചിക്കൻ ഫ്രൈക്ക് തന്നു വിട്ടത് അടുത്ത ദിവസം നമുക്ക് ഫ്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് വേദ സമ്മതിച്ചു കേട്ടോ. അപ്പോൾ വേറൊരു ദിവസം വേദയ്ക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇന്നിപ്പോൾ പോത്തൊക്കെ കൂട്ടി കഴിക്കട്ടെ എന്ന് കരുതി. വേദയ്ക്കും അത്ര ഇഷ്ടമല്ല, പിന്നെ നന്നായിട്ട് വെന്ത പോത്താണെങ്കിൽ വേദ കുറച്ചൊക്കെ കഴിക്കും കേട്ടോ. കുറച്ച് സവോള എല്ലാം രാവിലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സവോള ഏട്ടന് പോത്തൊക്കെ ഉണ്ടെങ്കിൽ സവോള മസ്റ്റാണ് കേട്ടോ. പോത്തുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ സൺഡേസിലും ഏട്ടൻ നിർബന്ധമായിട്ട് വാങ്ങും. ഇടയ്ക്ക് വെച്ച് കൊളസ്ട്രോളൊക്കെ കൂടി കിടക്കണമെന്ന് പറഞ്ഞിട്ടൊരു സമാധാനം ഈ സാധനത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പോത്ത് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അധികമായിട്ട് ചൂടാക്കുകയാണെങ്കിൽ വെന്ത് പിരിന്നു പോകും കേട്ടോ. അങ്ങനെ ഏട്ടനുള്ളത് കൊടുക്കുകയാണ്. ഞാൻ നമ്മുടെ പോത്തും ബ്രെഡുമായിട്ട് പോയപ്പോഴേക്കും ഏട്ടൻ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു മാറി നിന്നില്ലെങ്കിൽ ഞാനിപ്പോൾ വീഡിയോയിൽ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് പോകണം കേട്ടോ. ഞാൻ ആരോട് ചോദിച്ചിട്ടുണ്ട് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുന്നു എന്നറിയാമല്ലോ, അപ്പോൾ പിന്നെ മാറി നിൽക്കണം, അതുകൊണ്ട് ഞാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ്. നാളെ വീഡിയോ കാണുമ്പോഴായിരിക്കും എന്നോട് ദേഷ്യം. അങ്ങനെ എൻ്റെ വീഡിയോ ഒന്നും കാണാറില്ല കേട്ടോ, അത് വേറൊരു കാര്യം. എങ്ങാനും കാണുകയാണെങ്കിൽ വന്ന് ചോദിക്കും. പിന്നെ വേദയ്ക്കുള്ളത് എടുക്കുകയാണ്. വേദ ഇത്രയൊന്നും കഴിക്കത്തില്ല, എങ്കിലും ഞാൻ എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. ചിലപ്പോൾ വച്ചില്ല എങ്കിൽ അവൾ വേണമെന്ന് പറയും. അതുകൊണ്ട് കുറച്ച് കൂടുതൽ കോരി വെച്ചു. ഇല്ല എങ്കിൽ നമുക്ക് തിരിച്ച് മാറ്റാമല്ലോ എന്ന് കരുതിയിട്ട് അത്ര എടുത്ത് വെച്ചു കേട്ടോ. വേദ അത്രയൊന്നും കഴിച്ചില്ല. എന്നിട്ട് അത് പിന്നെ തിരിച്ച് തട്ടണ്ടെന്ന് കരുതിയിട്ട് ഞാനൊരു ബ്രെഡും ബാക്കി ആ ഒരു പോത്തിൻ്റെ കറിയും കൂടെ കൂട്ടി കഴിച്ചായിരുന്നേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷം. ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് വയറെല്ലാം നിറച്ച ശേഷം ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങി. ഇത്രയേ ഉള്ളൂ. നാളെ ഇനി സ്കൂൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നേരത്തെ കിടന്നുറങ്ങണം എന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ട് നേരത്തെ പോയി കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ ബൈ.